അവതരിപ്പിക്കാൻ പോകുന്നത് തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. മോനെ അപ്പു, എഴുന്നേറ്റില്ല, സ്കൂളിൽ പോകാൻ സമയമായി. ആ അമ്മേ, ഞാൻ എഴുന്നേറ്റ് റെഡിയായി. അമ്മയുടെ മോനെന്താ ഒരു സങ്കടം? അത് പിന്നെ അമ്മേ, ഇന്നെന്റെ പിറന്നാളല്ലേ, അമ്മയത് മറന്നുപോയല്ലോ. അമ്മയുടെ മോന്റെ പിറന്നാൾ അമ്മയെങ്ങനെ മറക്കുവോ? അമ്മ മുതലാളിയിലെ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം വന്നിട്ട് കേക്ക് കുടിക്കാം. ഓക്കെ അമ്മേ. മോനെ, മനവില്ലേ കൂടെ? ഉണ്ടമ്മേ. സൂക്ഷിച്ചു പോണേ. ഓക്കെ അമ്മേ, ബൈ ബൈ. ഹായ് അപ്പു, ഇന്ന് നിന്റെ പിറന്നാളല്ലേ, മുട്ടായി ഒന്നും കൊണ്ടുവന്നില്ലേ? ഹായ് മനു, ഇന്ന് ഞാൻ മുട്ടായി ഒന്നും കൊണ്ടുവന്നില്ല. അമ്മയുടെ കയ്യിൽ കാശില്ലത്രേ. അതൊന്നും സാധനമില്ല, വാ നമുക്ക് വേഗം പോകാം. എടാ മനുവേ, ഒരു പട്ടിയുടെ കൊരയിലാണ് കേൾക്കുന്നത്. പാടാ, നമുക്ക് വേഗം പോകാം. അപ്പു ഓടിക്കോടാ, അതേ പട്ടി. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ച് ഗുരുതര പരിക്കോടെ ആശുപത്രിയിൽ അഡ്മിറ്റ്. ലൈവ് ന്യൂസുമായി നമ്മുടെ കൂടെ ഹരിയുണ്ട്. ഹലോ ഹരി, കേൾക്കാമോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ഹലോ, കേൾക്കാം സാർ. ഞാൻ കുട്ടിയെ അഡ്മിറ്റ് ആക്കിയ ആശുപത്രിയുടെ മുന്നിലാണുള്ളത്. കുട്ടിയുടെ ചങ്ങാതി ആൾക്കാരെ വിളിച്ചു കൂട്ടിയത് കൊണ്ട് അധികം പരിക്കില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇവറ്റകളെയൊക്കെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത്. എന്തിനു പറയണം, കഴിഞ്ഞ ആഴ്ച എന്റെയും എന്റെ മകന്റെയും പിറകെ പട്ടി ഓടി. ഞാൻ ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്തത്. ഇവറ്റകളെയൊക്കെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓൾ കേരള ഡോഗ് സംരക്ഷണത്തിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. ഓൾ കേരള ഡോഗ് സംരക്ഷണത്തിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവറ്റകളെ ഒന്നും തല്ലിക്കൊല്ലരുത്. ഇവറ്റകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഇവരുടെ അവകാശം ആരും തട്ടിയെടുക്കരുത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഓൾ കേരള ഡോഗ് സംരക്ഷണത്തിന്റെ പ്രസിഡന്റും 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിലൊന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കിത് മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുക്കാം. പ്രധാന വാർത്തകളുമായി ഹരിചന്ദ്രൻ, കണ്ണൂർ. 2 ദിവസത്തിന് ശേഷം അപ്പുവിന്റെ വീട്ടിൽ.